ഹേ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഷിൻജാനക്ക് ഒരു അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ്. വേറെ ഒന്നുമില്ല ഗൈസ്, ഒക്കെ ഒരു കാലേ പറയുന്നത് മറ്റേ ആ ടോയ് കാറുണ്ടല്ലോ, RC കാർ, അത് വാങ്ങിച്ചു കൊടുക്കാൻ. ഓനക്ക് കടയിലേക്കൊക്കെ അതായിട്ട് പോവാന്ന് പറഞ്ഞത്. സൈക്കിൾ വെച്ചപ്പോൾ എനിക്ക് വേണ്ട, ഓനക്ക് തന്നെ വേണം. ഒക്കെ നമുക്ക് എന്തായാലും ഇന്ന് അത് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്തില്ല. ജസ്റ്റ് ഓൺ ലൈക്ക് എങ്കിലും അടിച്ചേക്ക് ഗൈസ്, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്ക്. എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. അതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. ഇവിടെ അടുത്തൊരു ടോയ് കാറിന്റെ ഷോപ്പ് ഉണ്ട്, അപ്പൊ അവിടേക്ക് പോവാ. നമ്മള് പുതിയ കാറൊക്കെ എടുത്തിരുന്നു. ഇതാണ് നമ്മളെ കാർ. ചെറുതായിട്ട് പോലീസ് വണ്ടി മുന്ന് തട്ടിയിട്ടുണ്ട്. നമുക്ക് വിഷയക്കണ്ട, വണ്ടി എടുത്ത് കത്തിച്ചണ്ട് വിടുക. അത്യാവശ്യം പവർ, എഞ്ചിൻ പവറുള്ള വണ്ടിയാണ് ഗൈസ് ഇത്. അതുകൊണ്ട് ഞാൻ അന്നൊന്നും നാശാവൂല. ഡോറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഷിൻജാൻ എണിച്ചിട്ടില്ല, ആ ധൈര്യത്തിലാണ് ഗൈസ് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കാൻ പോണത്. അവൻ എണിച്ചാൽ പിന്നെ കൂടെ വരും, അപ്പൊ പിന്നെ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ കടയിലോട്ട് വിടാം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഷോപ്പ്. അതാ നേരെ കാണുന്ന ഷോപ്പാണ് ഗൈസ്. അവിടെ കടയുടെ ഓണർ പുറത്ത് നിൽക്കുന്നുണ്ട്. ചെങ്ങായി എന്തിനാണ് കടയുടെ ഉള്ളിൽ കയറുന്നൂടെ വെറുതെ ഇവിടെ പിന്നെ ഈ ചെറിയ കുട്ടികൾക്ക് മറ്റേ RC കാറില്ലേ, അതാ ഒന്ന് നോക്കട്ടെ, ഏത് മോഡലാന്ന് നോക്കട്ടെ. അതെടുക്ക്, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം നോക്കട്ടെ. ഇയാളെന്നെ ഗണ്ണൊക്കെ കൈ പിടിച്ചിരിക്കുന്നു. കളിക്കാൻ പറ്റിയ കണ്ണാണ്. ഓ അതല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. ഇതാണോ? ഈ വണ്ടിനെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലേ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. പോയി ഓടിച്ചിട്ട് വാ. ഇത് സീന് വണ്ടി തന്നെ ഉണ്ടോ. ഒന്ന് ആക്സലറേഷൻ കൊടുക്കുമ്പോ തന്നെ പറക്കാണ് സാധനം കിടന്നിട്ട്. നമുക്ക് ഞാൻ എന്തായാലും തിരിച്ചവിടെ തന്നെ കൊണ്ടാക്കാം, അല്ലേ ശരിയാവില്ല. അതിന്റെ കയ്യിൽ കുറെ നേരം ഇരുന്നുണ്ടെങ്കിലേ ഷിൻജാനക്ക് ഇനി ഇതുപോലത്തെ വേറെ കൂടി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഇതിന്റെ പ്രൈസ് എത്രയാന്ന് ചോദിച്ചോക്കണം. എന്തായാലും വണ്ടി സീനായിട്ടുണ്ട്. അയ്യോ ഗൈസ്, അയാള് ചെറുങ്ങനെ തട്ടിട്ട് അവിടെ വീണിട്ടുണ്ട്. ആൾക്കൊന്നും പറ്റിയില്ല ഒന്നിന്. ഓക്കെ എടോ, ഈ വണ്ടി എന്തെങ്കിലും സീനായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നേ? ഇതിന്റെ പ്രൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 10,000 ബ്രോ. നമുക്ക് ഇതിൽ വല്ലതൊന്നും ഇല്ല. നിങ്ങൾക്ക് 10,000 തരാം. നമ്മള് വേണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് തരാം. ഡിസ്കൗണ്ട് എത്ര? ഡിസ്കൗണ്ട് എത്ര? 9,999 രൂപ ഡിസ്കൗണ്ട്. ₹1 ഞാൻ ഡിസ്കൗണ്ട്. ഇതിനെന്താ ഡിസ്കൗണ്ട് വേണ്ട, ഞാൻ എന്തായാലും ഈ പ്രൈസിന് തന്നെ വാങ്ങിച്ചോണ്ട്. ഇത് ഞങ്ങൾ ഹോം ഡെലിവറി ഉണ്ട്. സാറിന്റെ വീടിന്റെ ലൊക്കേഷൻ ഒക്കെ ഇട്ടാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് ഹോം ഡെലിവറി ആയിട്ട് കൊടുന്നേരാം. ഓക്കെ, ഞാൻ വാട്സപ്പിൽ എന്തായാലും ചെയ്തേക്കാം. ഓക്കെ, എന്നാലും നേരെ അങ്ങോട്ട് കൊടുന്നാൽ മതി. ഓക്കെ സാറേ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ടിരേണ്ട ആവശ്യം വന്നില്ല. അവര് ഹോം ഡെലിവറി ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം. അവര് ഹോം ഡെലിവറി ചെയ്ത് വീട്ടിൽ കൊടുന്നു തരും. ഷിൻജാൻ എന്തായാലും ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സംഭവമാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഓന്റെ റിയാക്ഷൻ ഒക്കെ കണ്ടു നോക്കാം. ഓക്കെ, ലൊക്കേഷൻ കാണിക്കുന്നത് ഈ വീടാണല്ലോ. അപ്പൊ ഈ വീട്ടിൽ തന്നെ കൊടുക്കേണ്ടത്. ലാസ്റ്റത്തെ വണ്ടി ഡെലിവറി ആണ് ഇത്. മര്യാദക്കൊന്ന് ഇറങ്ങി കിട്ടിയാ മതി. ഇതെന്ത് വഴിയാണിത്? ഇത്ര വലിയ വണ്ടി ഒന്നും ഇവിടെ തിരിക്കാനേ പറ്റൂലല്ലോ. ഇയാൾക്ക് വഴിയൊക്കെ ഇത്തിരി വീതി കൂട്ടി ഉണ്ടാക്കി കൂടെ, വെറുതെ മനുഷ്യനടങ്ങാറാക്കാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുപോയി നിർത്താം. ഇവിടെ ഒരാളെ കാണാനില്ലല്ലോ. മിക്കവാറും വീട്ടിൽ പോയി വിളിക്കേണ്ടി വരും. അമ്മമാർക്കൊക്കെ ഡെലിവറി വരുന്ന പുറത്തിറങ്ങി നിന്നൂടെ മനുഷ്യനടങ്ങാറാക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഈ സാധനം എന്തായാലും പൊക്കാം. എന്നിട്ട് വണ്ടിന്ന് ഇറങ്ങിട്ടെ ഇതിന്റെ ഓണറിന്ന് പോയി വിളിക്കട്ടെ. ഇയാളിത് ഏത് വായലാണ് പോയി കിടക്കുന്നത്? ഹലോ സാറേ, ഇവിടെ ആരുല്ലേ? ഹലോ മിസ്റ്റർ, ഇവിടെ ആരുല്ലേ? സാറേ, ഇത് കൃത്യം 10,000 രൂപ ഉണ്ടല്ലോ. ആള് ₹1 ഡിസ്കൗണ്ട് ഇട്ടെന്നത് കേട്ട്. ഡിസ്കൗണ്ട് നീ തന്നെ വെച്ചൂടല്ല, പിന്നെ ₹1 ആർക്ക് കൊടുക്കാനാ? എന്തായാലും വണ്ടി ഞാൻ ഇറക്കിയേക്കാം സാറേ. നല്ല മനുഷ്യൻ. ₹1 എനിക്ക് ടിപ്പായിട്ട് തന്നു. എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും വണ്ടി അവിടെ നിന്ന് എടുത്തു കൊടുക്കാം. വെറുതെ ചങ്ങ ഈ വണ്ടി വാങ്ങിച്ചത് ഇയാൾക്ക് ഓടിക്കാനാണോ എന്തറിയില്ല. ഇത് ഓടിക്കാൻ നല്ല സുഖം എന്തായാലും. ഇത് നല്ല സ്പീഡ് പോകുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും ആ ഗാരേജിന്റെ അവിടെ കൊണ്ട് ഈ വണ്ടി കണ്ട് നിർത്തി എടുക്കാൻ. ക്യാഷ് വാങ്ങിച്ചാൽ എന്തായാലും നമുക്ക് ഇനി പോവാ. സാറേ, വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പോവാണ്. നീ വിട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെയും ബാക്കി ഡെലിവറികളൊക്കെ. ഇത് ഞാൻ എങ്ങനെ ഇവിടുന്ന് തിരിച്ചുകൊണ്ടാവും? അയ്യോ, ഇത് ഭയങ്കര പണിയാണല്ലോ. ഇത് ഒടുക്കത്തെ പണിയാവും. സാറേ, ഇവിടുന്ന് വേറെ വഴിയൊന്നുമില്ലേ? ഈ വഴി തന്നെ ഉള്ളോടാ. നീ എങ്ങനെ തിരിച്ചു പോവാൻ നോക്ക്. അങ്ങനെ വണ്ടി ഇവിടെ അവര് ഡെലിവറി എത്തിച്ചിട്ടുണ്ടല്ലേ. എന്തായാലും അത്യാവശ്യം ടൈം എടുത്തിട്ട് അവര് ഡെലിവറി എത്തിക്കാൻ. ഇന്ന് കുറെ ഡെലിവറി ഉണ്ടായി തോന്നുന്നു. വലിയ വണ്ടിക്കേറ്റ വന്നത്, അല്ലാണ്ട് ഇപ്പൊ ഇതിന് മാത്രമായിട്ട് ആ വണ്ടിയായിട്ട് വരില്ലല്ലോ.
ഓക്കെ നമുക്ക് ഇനി എന്തായാലും വീടിന്റെ അകത്തേക്ക് പോവാ. ഷിൻജാനെ എണിച്ച് വരുമ്പോ എന്തായാലും ഫസ്റ്റ് ഗാരേജിലോട്ടാ വരാ. അപ്പൊ അവനെ കണ്ടിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ ഗൈസ്. A few moments later. ഗുഡ് മോർണിംഗ് ഗൈസ്. എനിക്കാത്തിരി നേരം വൈകി പോയി. നമുക്ക് നേരെ പുറത്തിറങ്ങി നോക്കാം. പുറത്തേക്ക് പോകാണ്ടൊരു സമാധാനം കിട്ടണില്ലേ. ഈ ഫ്രാങ്ക്ലിയാക്കാന്റെ വക വല്ല കടയിൽ പോക്കുണ്ടാവും. പ്രാന്ത്. ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചാൽ മതി എന്ന് പറയണ ചിറ്റാക്ക്. മറ്റേ വണ്ടിയാണ് ഗൈസ് ഇഷ്ടം. മറ്റേ ഇരുമിട്ട് പോണ ആ വണ്ടി ഉണ്ടല്ലോ, അതാണ് ഗൈസ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഫ്രാങ്ക്ലിയൊക്കെ വാങ്ങിച്ച് തരുന്നില്ല ഗൈസ്. ഫ്രാങ്ക്ലിയൊക്കെ എന്ത് പരിപാടി കേട്ടണ്. നിങ്ങളെ ലൈക്ക് അടിക്കുക ഗൈസ്, എന്നാലും ഫ്രാങ്ക്ലിയൊക്കെ എനിക്ക് വാങ്ങിച്ചു തരുള്ളൂ. ഫ്രാങ്ക്ലിയൊക്കെ എനിക്ക് മറ്റേ വണ്ടി വാങ്ങിച്ചായി. ഫ്രാങ്ക്ലിയൊക്കെ എടാ ആ വണ്ടി നീ ഒന്ന് ബാക്കില് ആ ഗാരേജിന്റെ അടുക്ക് പോയേക്കേ. ഗാരേജിന്റെ അടുക്ക ഇതാര വണ്ടിയാ? ആടാ അത് നിനക്ക് മേടിച്ച വണ്ടിയാണ്. ഫ്രാങ്ക്ലിയൊക്കെ കാര്യായിട്ട് ഫ്രാങ്ക്ലിയൊക്കെ സീനെന്നെ ഗൈസ്. ഫ്രാങ്ക്ലിയൊക്കെ എനിക്ക് വണ്ടി വാങ്ങിച്ചാണ് കാരണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കും. പിന്നെ കമന്റ് ബോക്സിൽ റെഡ് ഹാർട്ട് കമന്റ് ചെയ്ത് വണ്ടി കിട്ടി ഫ്രാങ്ക്ലിയൊക്കെ ഞാൻ റൗണ്ട് അടിച്ചിട്ട് വരാം. ആടാ നീ പോയി റൗണ്ടൊക്കെ അടിച്ചിട്ട് വായോ. വണ്ടി കിട്ടി. ഞാൻ ആഗ്രഹിച്ച വണ്ടി കിട്ടി ഗൈസ്. നമുക്ക് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം. ഏതാ വണ്ടി? ഞാൻ ആഗ്രഹിച്ച വണ്ടി ഗൈസ് എനിക്ക് ഫ്രാങ്ക്ലിയൊക്കെ വാങ്ങിച്ചു. ഏതാ ഫ്രാങ്ക്ലിയൊക്കെ? എന്ത് ചെയ്യാനാ, നമുക്കതിന്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വരാം. ഇതെന്ത് വണ്ടിന്റെ ആക്സിലറേഷൻ കൂട്ടിക്കുമ്പോഴത്തേന് പറന്നു പോയല്ലോ. ഫസ്റ്റത്തെ റെഡി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ടാക്കണ്ട, നമുക്ക് നേരെ കത്തിച്ചു വിടാം വണ്ടി. അല്ല ചെറിയൊരു പ്രശ്നം, ഇതിന്റെ ബ്രേക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല. അയ്യോ മാറിക്കോ. അയ്യോ ഫ്രാങ്ക്ലിയൊക്കെ ഇതിന്റെ ബ്രേക്ക് എവിടെയാണ്? खत्म।